പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവവചനം പഠിക്കാനായി ഒരിക്കൽ കൂടി ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ വചനത്തെ മാംസമായി ലോകത്തിന് തരാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന അത്ഭുതകരമായ താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ എപ്പിസോഡും വളരെ ദാഹത്തോടെ നിങ്ങൾ സ്വീകരിക്കുന്നു, വചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കായിലും ബെറോയായിലുമുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ ദൈവവചനം സത്യമാണോ എന്ന്, അല്ലെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ എന്നറിയാൻ അനുദിനം വചനം പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭം അനുഗ്രഹീതമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഭാഗം മുതൽ യഹൂദരും യേശുവും തമ്മിലുള്ള ഒരു വിവാദം ആരംഭിക്കുകയാണ്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിവാദമാണ്. 19 മുതൽ 47 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈ വിവാദത്തെ തുടർന്ന് യേശു ഈ സാബത്തിനെ കുറിച്ച് നൽകുന്ന പ്രബോധനമാണ്. ആദ്യത്തേത് കോൺട്രവേഴ്സിയും രണ്ടാമത്തേത് ഡിസ്കോഴ്സുമാണ്. അപ്പോൾ ഈ വിവാദം ആരംഭിക്കുന്നത് സാബത്ത് എന്ന തിരുനാൾ ഈ മനുഷ്യൻ ലംഘിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് സാബത്ത് ലംഘിച്ചു എന്ന് യഹൂദർ പറയുന്നത്. അതിൻ്റെ കാരണം, സാബത്ത് ദിവസം ഒരിക്കലും ഭാരം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനും നഗരകവാടത്തിലൂടെ പോകാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. സാബത്ത് ദിവസം ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കട്ടിലെടുത്ത് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ യഹൂദർ അതിനെ കുറ്റപ്പെടുത്തുന്നത്. അത് സ്വാഭാവികമാണ്. അപ്പോൾ യേശു ഈ സന്ദർഭത്തെ സാബത്താചരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സാബത്ത് ആചരണം നടത്തണമെന്ന് ദൈവം നിർദ്ദേശിച്ചതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാരണം പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു. അതായത് കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയതിൻ്റെ ഓർമ്മയായിട്ടാണ്. ദൈവം സ്രഷ്ടാവാണ്, എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് ദൈവമാണ് എന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു സാബത്ത്. രണ്ടാമത് നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, കർത്താവ് സാബത്ത് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ ഒരു രണ്ടാമത്തെ കാരണം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കരുണയോടുകൂടി ദൈവം ഇസ്രായേലിനെ വിമോചിപ്പിച്ചു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നൽകാനായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം സ്രഷ്ടാവാണെന്ന് ഓർമ്മപ്പെടുത്താനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള കാരുണ്യം ഓർമ്മപ്പെടുത്താനുമായിരുന്നു സാബത്ത് ആചരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുന്നത് ഈ തൊഴിലിലും അമിതമായ വ്യഗ്രത പൂണ്ട് തൊഴിലിനെ അമിതമായി ദൈവമായി ആരാധിച്ച് 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ മറന്നു പോകുന്നതിനെതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു ജാഗ്രതയായിരുന്നു, ഓർമ്മപ്പെടുത്തലായിരുന്നു യഥാർത്ഥത്തിൽ സാബത്ത് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ കാണുന്നത് ഈ സാബത്തിൽ ദൈവസംബന്ധമായ കാര്യങ്ങൾ, സാബത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് ദേവാലയത്തിൽ പുരോഹിതന്മാർ കാഴ്ചയപ്പം ഉണ്ടാക്കുന്നതും
അതുപോലെ തന്നെ ദേവാലയത്തിൽ പുരോഹിതന്മാർ പരിച്ഛേദനം നിർവഹിക്കുന്നതും ദേവാലയ സംബന്ധമായ ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിലാണ് യേശു ഈ സാബത്തുമായി ബന്ധപ്പെട്ട ഒരു വിവരണം നൽകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 11-ാമത്തെ വാക്യം എങ്ങനെയാണ്? 10-ാമത്തെ വാക്യം, സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ അവൻ മറുപടി പറയുകയാണ്, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. സാബത്ത് താൻ ലംഘിക്കുന്നതിൻ്റെ കാരണം അവൻ പറയുന്നത്, എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. അതായത് ഈ രക്ഷിച്ചവന് അവൻ ആരെയാണോ രക്ഷിച്ചത് അവൻ്റെ മേലുള്ള ഒരു അവകാശമാണിത്. യേശു ഇവനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രക്ഷപ്പെടുത്തിയവൻ പറഞ്ഞതാണ് ഞാൻ കേൾക്കുന്നത്. ഇന്ന് അനേകം ആളുകൾ യേശുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർ രക്ഷ അനുഭവിച്ച ആളുകളായതുകൊണ്ടാണ്. ഈ രക്ഷ അനുഭവിച്ചവർക്ക് രക്ഷകനോട് സ്നേഹം തോന്നുന്നതും രക്ഷകൻ പറയുന്നത് അനുസരിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ പറയുകയാണ്, ഈ മതം പറയുന്നതല്ല ഞാൻ അനുസരിക്കുന്നത്, മറിച്ച് രക്ഷകൻ പറയുന്നതാണ്. ഒരു സിസ്റ്റത്തെ അനുസരിപ്പിക്കാൻ പ്രയാസമാണ്. ഒരു സിസ്റ്റത്തിന് വിധേയപ്പെട്ട് നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതും പ്രയാസമാണ്. സത്യം പറഞ്ഞാൽ ഒരു സമർപ്പണം മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും മനുഷ്യൻ ഒരു യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കാൻ മനുഷ്യന് ഇന്ന് താല്പര്യം കുറയുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ രക്ഷ അനുഭവിക്കാത്തത് കൊണ്ടാണ്. ഈ രക്ഷയുടെ ഒരു അനുഭവ തലം ഒരു മനുഷ്യന് കിട്ടിയാൽ ആരും നിർബന്ധിക്കാതെ തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിന് തന്നെ സമർപ്പിക്കും. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ആളുകളെ നിർബന്ധിച്ചോ ഫോഴ്സ് ചെയ്തോ ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ടോ വേണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കാം. പക്ഷെ അതിനകത്ത് അയാളുടെ ഉള്ളുണ്ടാവില്ല, ആത്മാർത്ഥത ഉണ്ടാവില്ല. ഇവിടെ ഈ മനുഷ്യൻ, അയാൾക്കറിയാം അയാൾ യഹൂദനാണ്, അയാൾക്കറിയാം ഈ സാബത്ത് ദിവസം ഇങ്ങനെ കട്ടിൽ ചുമന്ന് പോകുന്നത് തെറ്റാണ്. അതൊരിക്കലും ഒരു സാധാരണ യഹൂദൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അയാൾ പറയുകയാണ്, എന്നെ സുഖപ്പെടുത്തിയവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു. നമുക്ക് ഈ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തീയ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ അനുഭവം അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ ഒരു പരിധിവരെ ഒരു സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതിനപ്പുറത്ത് യേശുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കാൻ ആളുകളെ ഒരുക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ, യുവാക്കൾ, യുവതികൾ, വളർന്നു വരുന്നൊരു തലമുറയെ ഒരു പരിധിവരെ നമുക്കൊരു സംവിധാനത്തിൻ്റെ, ഒരു ചട്ടക്കൂടിൻ്റെ, കാറ്റക്കിസം അല്ലെങ്കിൽ യൂത്ത് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് അവരെ നിയന്ത്രിച്ച് നിർത്തുന്നതിനപ്പുറത്ത് സ്വാഭാവികമായി മനുഷ്യർ സമർപ്പിക്കും. എപ്പോഴാണ് അവർക്ക് യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കാനും യേശു നൽകുന്ന രക്ഷ ഏറ്റെടുക്കാനും അവർക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ ആരും നിർബന്ധിക്കാതെ മനുഷ്യർ സമർപ്പിക്കും. നമുക്ക് നമ്മുടെ ചുറ്റുപാടും വിസ്മയനീയമായ കാര്യങ്ങൾ കാണാനാവും. അതായത് ഒരാൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അയാൾ ഏതറ്റം വരെയും കൊടുക്കാൻ തയ്യാറാവും. രക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ ഏതറ്റം വരെയും കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ അതാണ് ഈ മനുഷ്യൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അയാൾ പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഒരുപക്ഷെ ഈ സാബത്ത് ലംഘിക്കുന്നവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഈ വരും വരാഴികളെക്കുറിച്ചൊന്നും ഇയാൾ ചിന്തിക്കുന്ന പോലുമില്ല. ഇപ്പോൾ ഈ സാബത്ത് ദിവസം കിടക്കയും ചുമന്നുകൊണ്ട് ഈ നഗര കവാടത്തിൽ, പ്രത്യേകിച്ച് ദേവാലയ കവാടത്തിലൂടെ ഒരാൾ ഇറങ്ങിപ്പോയാൽ യഹൂദൻ്റെ അന്ന് നിലവിലിരുന്ന നിയമം അനുസരിച്ച് ഇയാൾ കല്ലെറിയപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇയാളിപ്പോൾ ഓർക്കുക, വരും വരാഴികളൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. ഇനി തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പോൾ കൊല്ലപ്പെടുമോ, ഇത് ഇയാൾ ചിന്തിക്കുന്നേ ഇല്ല. എന്താ ചിന്തിക്കാത്തതെന്ന് വെച്ചാൽ അയാൾ ഈ രക്ഷയുടെ ഒരു ഹാങ് ഓവറിലാണ്, സുഖപ്പെട്ടതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. അപ്പോൾ ആ ഹാങ് ഓവറിൽ അയാൾ ബാക്കിയെല്ലാം മറക്കുകയാണ്. ഇതാണ് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും യേശുവിനെ അനുഭവിച്ച് കഴിയുമ്പോൾ അയാൾ കൊടുക്കുന്ന ഒരു സമർപ്പണത്തിന് ഒരു ലോജിക്കുമില്ല.
അയാൾ തനിക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നോ തൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നോ എന്നും അയാൾ ആകുലപ്പെടുന്നതോ ചിന്തിക്കുന്നതോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്യാത്തൊരു അനുസരണത്തിനും അല്ലെങ്കിൽ വാദഗതികളില്ലാത്ത ഒരു താഴ്മപ്പെടലിനുമെല്ലാം മനുഷ്യനെ സഹായിക്കുന്നത് ഒരു പരിധിവരെ, ഒരു നല്ല ശതമാനം വരെ രക്ഷ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 12-ാമത്തെ വാക്യം, അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവർ ചോദിക്കുകയാണ്, ആരാണ്? ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അതായത് ഈ സൗഖ്യത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ യേശു നിൽക്കുന്നില്ല. അത് അങ്ങനെ ഒരിടത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ഈ സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവനെ പറഞ്ഞയച്ചിട്ട് യേശു മറയുകയാണ്. ഇത് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിനുള്ളൊരു ദിശാബോധമാണിത്. അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ നിന്ന് നിഷ്ക്രമിക്കുന്നു. അപ്പോൾ ഇതൊരു ക്രിസ്തീയ പുണ്യമാണ്. ഇത് യേശുവിൽ ഉണ്ടായിരുന്ന, പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പുണ്യമാണിത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് നമ്മൾക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം, ഇത് മനുഷ്യൻ്റെ ഏറ്റവും സ്വാഭാവികമായ സഹജമായ ആഗ്രഹങ്ങളിലൊന്നാണ്. അത് മാനുഷികമാണ്. എന്നാൽ മാനുഷികമായ ഒരവസ്ഥയിൽ നിന്ന് ആത്മീയമായൊരവസ്ഥയിലേക്ക് ഒരാൾ ഉയരുന്നത് ഇത്തരം സഹജ വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അംഗീകരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ തിരസ്കരിക്കുന്നതോ ആണല്ലോ റിജക്ഷൻ. ഇപ്പോൾ കുഞ്ഞിനെ അമ്മ താലോലിച്ച് വാത്സല്യം കൊടുത്ത് വളർത്തുന്ന അമ്മയുടെ കൂടെ നിർത്തുന്നതിന് പകരം അമ്മ കുഞ്ഞിനെ ബോർഡിങ്ങിൽ കൊണ്ട് നിർത്തി വളർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു മനോഭാവമാണ്, അല്ല ആ കുഞ്ഞിൻ്റെ ഒരു മുറിവാണ് റിജക്ഷൻ, തിരസ്കാരം. അമ്മയ്ക്ക് എന്നെ വേണ്ട, അപ്പൻ എന്നെ വേണ്ട. അപ്പനും അമ്മയും വേറെ ജോലി സ്ഥലത്താണ്, മകനെയോ മകളെയോ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി വളർത്തുമെന്ന് വിചാരിക്കുക. ആ കുഞ്ഞ് നാച്ചുറലി അനുഭവിക്കുന്ന വികാരത്തിൻ്റെ പേരാണ് റിജക്ഷൻ. അതൊരു മുറിവാണ് കുട്ടിക്ക്. ഈ മുറിവ് ഇത് മാനുഷികമായൊരു തലത്തിൽ ഇതൊരു മുറിവാണ്. ഈ കുട്ടി ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേകമായ തലത്തിലേക്ക് എത്തുന്നു എന്ന് കരുതുക. ആ തലം എങ്ങനെയാണ്? അതായത് എന്നെ ആര് പരിഗണിച്ചില്ലെങ്കിലും, എന്നെ ആര് അംഗീകരിച്ചില്ലെങ്കിലും, എന്നെ ആര് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, എന്നെ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന് പറയുന്നൊരു തലത്തിലേക്ക് ഉയരുമ്പോൾ, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം, എന്നൊരു തലത്തിലേക്ക് ഉയരുമ്പോൾ ഒരു കാലത്തെ മുറിവ് ഈ കാലത്തെ അയാൾ ബോധപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരു ആത്മീയ അനുഭവമായിട്ട് മാറുകയാണ്. ഒരു കാലത്ത് അയാളുടെ മേൽ ഫോഴ്സ് ചെയ്യപ്പെട്ടൊരു മുറിവായിരുന്നു അത്. ഇന്ന് അയാൾക്ക് അത് ഒരു മുറിവല്ല, അയാൾ സ്വയം നടത്തുന്നൊരു സമർപ്പണമാണ്. ദ വില്ലിങ്നെസ് ടു ബി റിജക്റ്റഡ് നൗ ബിക്കംസ് എ വാല്യൂ. റിജക്ഷൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വാസ് എ വൂണ്ട്, was something which needed healing. But now, rejection is becoming something which he offers freely, which she offers freely. സ്വാതന്ത്ര്യത്തോടെ സമർപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, he or she has a willingness to be rejected, willingness to be forgotten, willingness to be neglected. ഞാൻ പറഞ്ഞു വരുന്നത് മാനുഷിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് വളരുന്നവർ കുറവാണ്. നമ്മൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പാപാവസ്ഥയിൽ കിടന്നിരുന്ന ഒരാൾ രക്ഷ പ്രാപിക്കുന്നു, അയാളൊരു മാനുഷികമായ സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മൾ സാധാരണ ആത്മീയ ലോകത്ത് കണ്ടുമുട്ടുന്ന ഭൂരിപക്ഷ ആളുകളും ഈ മാനുഷിക തലത്തിൽ നിൽക്കുന്നവരാണ്. ഈ മാനുഷിക തലത്തിനൊരു അപകടമുണ്ട്. അപകടം എന്തെന്ന് വെച്ചാൽ ഈ മാനുഷിക തലത്തെയാണ് സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പത്രോസ് വന്ന് യേശുവിനോട് പറയുന്നു, നീ പോകണ്ട, നീ എന്നെ അവർ കൊല്ലും, ജെറുസലേമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് യേശുവിനെ തടയുന്നു. ഇത് മാനുഷികമായൊരു കാര്യമാണ്. സ്നേഹമുള്ള ഏതൊരാളോടും പ്രകടിപ്പിക്കുന്ന മാനുഷികമായൊരു സ്വാഭാവിക പ്രതികരണമാണ് നിനക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്. പക്ഷേ യേശു അവനെ അപ്പോൾ വിളിക്കുന്നത് മനുഷ്യ എന്നല്ല, സാത്താനെ എന്നാണ്. യേശു അപ്പോൾ അവനെ ഈ മാനുഷികമായ ഒരു സ്വാഭാവിക പ്രതികരണം നടത്തിയ
ഒരാളെ യേശു വിളിക്കുന്നത് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറുമെന്നാണ്. അപ്പോൾ നോക്കുക, അത് വളരെ ആഴമുള്ള അടരുകളുള്ളൊരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ ഈ മാനുഷികമായ സാധനങ്ങളെയാണ് സാത്താനെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലൂടെ നിർവഹിക്കപ്പെടാൻ സാധ്യതയുള്ള വലിയ കാര്യങ്ങളെ തടയുന്നത് ഈ മാനുഷികമായ ഭാവങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തി എത്രമാത്രം ഈ മാനുഷിക തലത്തിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പറ്റുന്നോ അത്രത്തോളമാണ് അയാൾ ആത്മീയനായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശു എപ്പോഴും ഇതിൻ്റെ ഒരു ചെയ്ത സന്ദർഭങ്ങളുടെയോ താൻ ചെയ്ത പ്രവൃത്തികളുടെയോ ക്രെഡിറ്റ് എടുക്കാൻ യേശു നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവനെ ഇത്രയും വലിയ 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരാളെ സുഖപ്പെടുത്തിയിട്ട് യേശു നേരെ അവിടെ നിന്ന് നടന്ന് മറയുകയാണ്. അപ്പോൾ മറഞ്ഞ് തൻ്റെ സാന്നിധ്യത്തെ ആരും ഐഡൻറ്റിഫൈ ചെയ്യണ്ട എന്ന് വിചാരിച്ച് നടന്ന് മറയുന്ന യേശു. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന് യേശുവിനെ പരിചയപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് യേശു ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു യാത്രക്കിടയിലായിരുന്നു ഇത്. നമുക്ക് കാണുന്നുമുണ്ടത്. പിന്നീട് ഇവർ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് യേശു പോയി. ആരാധനയുടെയോ പ്രാർത്ഥനയുടെയോ ഒരു സമയമായിരുന്നിരിക്കണം. യേശു ദേവാലയത്തിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം, ഈ മനുഷ്യൻ ഈ സൗഖ്യപ്പെട്ടതിൻ്റെ ഒരു ഹാങ് ഓവറിൽ യേശുവിനെ പരിചയപ്പെടാനും മറന്നുപോയി. അതായത് ഇവൻ ഈ സുഖപ്പെട്ടതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ യേശുവിനെ മറന്നുപോയി. അപ്പോൾ ഇതും സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു അപകടമാണിത്. അതായത് ഒരാൾ തൻ്റെ സൗഖ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുകയും സുഖപ്പെടുത്തിയവൻ ആരാണെന്ന് പരിചയപ്പെടാതിരിക്കുകയും ചെയ്യുന്നതും നമ്മുടെ സമകാല ആത്മീയ ലോകത്ത് നമുക്കിടയിൽ സംഭവിക്കുന്ന മറ്റൊരു അപകടമാണ്. ഒരാൾ തനിക്ക് സംഭവിച്ച അത്ഭുതങ്ങളെ മാത്രം ശ്രദ്ധിച്ച് അവിടെ ഒരാളുടെ ജീവിതം അവസാനിക്കുന്നു. സത്യം പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം ഇതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധമാണ്. അത്ഭുതങ്ങളെ അദ്ദേഹം അടയാളമെന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. അതായത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ നന്മകളും നമ്മളെ ആ നന്മ തന്നവനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇവൻ അത് തിരിച്ചറിയുന്നില്ല. അവൻ അവിടെ നിന്ന് യേശു നടന്ന് മറഞ്ഞിരുന്നത് കൊണ്ട് യേശുവിനെ കാണാൻ പറ്റുന്നുമില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഇവർ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിൽ വെച്ചിട്ടാണ്. അതായത് അതെന്തുകൊണ്ടാണ്? ഇവന് ദേവാലയത്തിൽ വെച്ച് കണ്ടു. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നന്മ, കട്ടിലെടുത്തുകൊണ്ട് അയാൾക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പക്ഷേ അയാൾ പോയിട്ടുണ്ടാവില്ല. അല്ലേ? ഞാൻ വിചാരിക്കുന്നു എവിടെയോ വെച്ച് അയാൾ ഈ കട്ടിൽ താഴെ വെച്ചിട്ട് തിരിച്ചു നടന്നു. മാത്രമല്ല, ഈ ആരാണ് നിന്നെ സുഖപ്പെടുത്തിയതെന്ന് അവരിവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, എനിക്ക് ആരാന്ന് അറിയത്തുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കട്ടിൽ ചുമന്നുകൊണ്ട് പോകുന്നതിനിടയിൽ ഞാൻ വിചാരിക്കുകയാണ് ഈ മനുഷ്യന് ഒരു ചെറിയ മാറ്റം വന്നു. അയാൾക്ക് പോകുന്ന വഴിക്ക് ഒരു കുറ്റബോധം വരികയാണ്. അയാൾക്ക് പോകുന്ന വഴിക്ക് ഒരു സങ്കടം വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ സുഖപ്പെടുത്തിയവനെ അറിയേണ്ടത് ആവശ്യമല്ലേ? അതുകൊണ്ട് അയാൾ കട്ടിൽ താഴെ എവിടെയോ വെച്ചിട്ട് അയാൾ തിരിച്ച് ദേവാലയത്തിലേക്ക് നടന്നു വന്നു. അങ്ങനെ ദേവാലയത്തിലേക്ക് വരുമ്പോഴാണ് അയാൾ യേശുവിനെ കണ്ടുമുട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആഴമുള്ള ചിന്തകളുണ്ട്. അതായത് നമുക്ക് ഒരു ദൈവാനുഗ്രഹം കിട്ടിയെന്ന് വിചാരിക്കാം. ആ ദൈവാനുഗ്രഹവുമായി നമ്മൾ പോയാൽ നമ്മൾ ഒരിക്കലും യേശുവിനെ കണ്ടുമുട്ടാൻ പോകുന്നില്ല. യേശു തന്ന ഒരു അത്ഭുതമായിരിക്കും ഇത്. പക്ഷേ ആ അത്ഭുതം പോലും നമുക്ക് യേശുവിനെ പരിചയപ്പെടാൻ ഒരു നിമിത്തമാവണമെന്നില്ല. യേശു നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമായിരിക്കും അത്. പക്ഷേ ആ അനുഗ്രഹം പോലും യേശുവിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കണമെന്നില്ല. മറിച്ച് ഇയാൾ എന്തുകൊണ്ടാണ് യേശുവിനെ പിന്നീട് കണ്ടുമുട്ടുന്നത്? മാത്രമല്ല, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടൊരു പാഠവും ഈ പിന്നീട് കണ്ടുമുട്ടുമ്പോഴാണ് യേശു പറയുന്നത്. അപ്പോഴല്ല, സുഖപ്പെടുത്തിയ സന്ദർഭത്തിലല്ല പറയുന്നത്. അയാളുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട വലിയൊരു പാഠം ഈശോ അയാളോട് പറയുന്നത് രണ്ടാമത് കാണുമ്പോഴാണ്. ഈ യേശുവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച എല്ലാ മനുഷ്യരോടും, എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ ഈ അനുഗ്രഹത്തിൽ നിന്നു എന്നുള്ളതാണ്. അപ്പുറത്ത് നമ്മൾ യേശുവിലേക്ക് വീണ്ടും ചെല്ലുന്നില്ല. അല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയോ ഈ അനുഗ്രഹത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയോ ഈ അനുഗ്രഹം തന്ന യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുകയോ അവനെ കുറച്ചുകൂടി ഗൗരവമായി എടുക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആത്മീയ ജീവിതത്തിലെ വിലപ്പെട്ട പാഠങ്ങളെല്ലാം മിസ് ചെയ്തു. നമുക്ക് കുറേ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും മാത്രം കിട്ടി.
അനുഗ്രഹം വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിട്ട് യേശു മാറുകയും ചെയ്തു. ആവശ്യം വന്നപ്പോഴൊക്കെ നമ്മൾ പോയി അനുഗ്രഹം വാങ്ങി, കടയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തിരിച്ചു വരുന്നത് പോലെ തിരിച്ചു വരികയും ചെയ്തു. ഈ കടക്കാരനുമായിട്ട് നമുക്ക് ഒരു വ്യക്തിബന്ധവുമില്ല. ഇയാൾ നമ്മുടെ ആരുമല്ല. യേശു ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറി. പക്ഷേ ഈ മനുഷ്യൻ, ഇയാളുടെ വ്യത്യസ്തത എന്താണ്? ഇയാളുടെ തളർവാദം വിട്ടുമാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇയാൾ ആ ബന്ധനാവസ്ഥയിൽ, നിയമത്തിൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് കൃപയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇയാൾ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടു. കർത്താവ് ഈ ചിന്തകളുടെ വെളിച്ചത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈശോ നിങ്ങളുടെ കണ്ണീരിലും ദുഃഖങ്ങളിലും ഇടപെടട്ടെ. ആ ദൈവകൃപ ഇടപെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.